നമ്മൾ ക്യാമറയൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിലും 2 ഫിലിം വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 18 യൂറോയാണ് ഇതിനായത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക വേറൊരു ഫിലിം കടയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഫിലിം ഫോട്ടോഗ്രാഫി അതിൻ്റെ ഇതൊക്കെ നമ്മൾ അൺഐഡൻറ്റിക്കൽ ഫിലിംസ് എന്ന് പറഞ്ഞ വേറൊരു ചാനലിലാണ് ഇടുന്നത്. അപ്പം നിങ്ങളത് ജസ്റ്റ് പോയി നോക്കുക. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊരു ഷോപ്പും കൂടെ ഉണ്ട്. അവിടെ കൂടെ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇവിടെ റെഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇതുവരെ റെഡ് സ്ട്രീറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ പോയി നോക്കാം. അപ്പോൾ ഇയാൾ പോകുന്നുണ്ടോ റെഡ് സ്ട്രീറ്റിൽ? ഞാൻ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ കുറേ ചോക്ലേറ്റ്സും കുറേ ഐസ്ക്രീം കേക്ക് അങ്ങനെ കഴിക്കാം. നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഇറങ്ങിയിട്ട് ഒന്നും കൂടി കാര്യമായിട്ട് ആകെ ഒരു ബർഗർ കിങ്ങിൽ ഒരു ബർഗർ വാങ്ങി 3 പേരായിട്ട് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് തപ്പിപ്പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡൂഡിൽ ഗാലറിയുടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അല്ല, ഡൂഡിൽ ആർട്ടിൻ്റെ ഒരു ഗാലറി. കാർട്ടൂണും ഡൂഡിൽ ആർട്ട്. പക്ഷേ ഡൂഡിൽ ആർട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന ഭയങ്കര പ്രൊജക്ഷൻ പോലെയാണ്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. ഡൂഡിൽ ആർട്ട്, മോഡേൺ ആർട്ട് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ കൊള്ളാമല്ലേ, നല്ല സെറ്റപ്പായിട്ടുണ്ട് ഗാലറി. അപ്പോൾ ആർട്ട് ഗാലറിയുടെ അടിയിലും എന്തൊക്കെയോ അടിപൊളി ആർട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കളയാം. വെറൈറ്റി ആർട്ടുകളാണ്. മിഠായിയുടെ പാക്കറ്റ് വെച്ചിട്ടുള്ള ആർട്ട്. ഇതൊക്കെ എപ്പോഴും ആർട്ടായത്. ജോക്കർ ഇതൊക്കെ ഫുള്ള് മറ്റേ നമ്മുടെ നാട്ടിലിപ്പോൾ ആൾക്കാർ നൂല് വെച്ചിട്ടുള്ളൊരു ആർട്ടാണ്. കൊള്ളാം, ഇത് നല്ല രസമുണ്ടാണ്. ഇത് ഫുൾ വെറൈറ്റി ആർട്ടുകളാണ്. മനുഷ്യന്മാരെ വെച്ചുള്ള ആർട്ട്. ഇത് ഉറുമ്പല്ല, ഇത് കൊച്ചു മനുഷ്യന്മാരാണ്. നിങ്ങൾ ചിലപ്പം തെറ്റിദ്ധരിച്ചേക്കാം. ഇതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ ആർട്ട് എന്ന് പറയുന്നത്. ഇത് മെട്രിക്സ് ആർട്ട്. ഇത് ബട്ടർഫ്ലൈ. ലവ് എന്നാണല്ലോ എഴുതിയിരിക്കും. അല്ല, ഇത് ലവ് എന്ന് എഴുതിയിരിക്കും. ഇവിടെ കൂടുതലും തുമ്പി ആർട്ട്, ബട്ടർഫ്ലൈ ആർട്ട്, അങ്ങനത്തെ പല പല മോഡേൺ ആർട്ടുകളാണുള്ളത്. കൊള്ളാമല്ലോ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ആർട്ട് ഗാലറി കയറിയിട്ട് നല്ല എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ആർട്ടുകൾ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ആർട്ടിസ്റ്റ് എക്സ്പ്ലെയിൻ. എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആർട്ടിനെ കുറിച്ച്, ഈ മോഡേൺ ആർട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറ. മോഡേൺ ആർട്ടിൻ്റെ ഒരു കുറച്ചും കൂടി വേറൊരു വേർഷനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം തേച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കാണുമ്പോൾ വേറെ രീതിയിലും മീൻസ് കാർട്ടൂൺ ഇതാണ് കാണുന്നത്. ബട്ട് മറ്റേ സൈഡിൽ നിന്ന് വേറെ ആർട്ടാണ്. ഇതിനെയാണ് ഡ്യുവൽ ആർട്ട് എന്ന് പറയുന്നത്. കുറേ കാണാനുണ്ട് ഈ സ്ട്രീറ്റിൽ തന്നെ. അതെ, ഇവിടെ ഒന്നും കയറാൻ പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാം. ഇവിടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2 ദിവസമായെങ്കിലും ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഫുൾ ആക്റ്റീവാണ്. ബ്ലൂക്ക് വൈൻ, എല്ലാവരും വൈൻ കുടിക്കുകയാണ് ഇവിടെ. ക്രിസ്മസ് മാർക്കറ്റ് ഫുൾ ആക്റ്റീവിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യം അത് വാങ്ങാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തിരിച്ചു അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത്
ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ആ കട ഒന്നും കൂടെ പോയി തപ്പി പിടിച്ചിട്ട് ചോക്ലേറ്റ് ആദ്യം നിന്ന് ചോക്ലേറ്റിൽ തുടങ്ങാം. ഇവിടുത്തെ മെയിൻ ഫുഡ് ഈ ഗ്ലൂ വൈൻ എന്ന് പറഞ്ഞ വൈനാണ്. ചെറിയ ചൂടൊക്കെ ആയിട്ടുള്ള. അത് നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്ത്. ഇവിടുത്തെ മെയിൻ ആപ്പിൾ വൈൻ എന്നാണ് ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഫുള്ള് ഗ്ലൂ വൈൻ ആണുള്ളത്. വേറൊന്നും കാണുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ചോക്ലേറ്റ് ഷോപ്പിലെത്തി. ഇനിയിപ്പോൾ അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങാം. നവറിനാണ് ചോക്ലേറ്റിൻ്റെ ആൾ. ഇവിടെ കുറേ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഷുഗർ സിറപ്പിലിട്ട് സെറ്റാക്കിയ സാധനങ്ങളായിരിക്കും. വേണ്ട, നമ്മൾ ചോക്ലേറ്റ് പ്ലാൻ ക്യാൻസൽ ചെയ്ത് മറ്റേ ക്രിസ്മസ് ക്യാൻഡി ഇല്ലേ, മറ്റേ വടി, ആ ക്യാൻഡീൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ചതാ. എനിക്കൊന്നാമത് ആ ക്യാൻഡി ഇല്ല, താല്പര്യമില്ല. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മൾ. നമ്മളിനി അടുത്ത ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കാണുന്നത് ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഒരു വലിയ ട്രെയിൻ അങ്ങോട്ട് പോയി, അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ അതെ അതെ അതെ. ടർക്കിഷ് ഡിലൈറ്റ് സ്വീറ്റ്സ് വാങ്ങാൻ കയറിയിട്ടുണ്ട്. എന്താ അവസ്ഥയെന്ന് അറിഞ്ഞില്ല. എന്താ പറയുക, എല്ലാം കഴിഞ്ഞവർ പറയാണ് അതിന് 8 യൂറോ ആണെന്ന്. നമ്മൾ പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല, നൈസിനോട് വെച്ചിട്ട് ഈ വരും. സോസേജാ. ഇപ്പം നമുക്ക് വേറെ എവിടെയും കടയിൽ പോയി നോക്കാം. ഞാൻ പഠിക്കണോ? എന്നാ അയാൾ പിടി. നമ്മളൊരു 2.5 യൂറോയ്ക്ക് ജ്യൂസ് കിട്ടി, ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം. ഓ, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ജ്യൂസാണ്. നല്ലല്ലേ? ഇതൊരു ഡ്രസ് ഷോപ്പാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര കളക്ഷൻ. കടയും ഭയങ്കര ലുക്കാണ് കാണാൻ. സൂപ്പർ ഷോപ്പാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കാം. നമ്മളങ്ങനെ ആ കടയിൽ നിന്ന് കയറി, പക്ഷേ നല്ല റേറ്റ് ആയതുകൊണ്ട് ഇറങ്ങി. പക്ഷേ നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കിയേ, എൻ്റെ പൊന്നെ, ഇത് എഡിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുള്ളൂ, പക്ഷെ അല്ല, ഇത് ഒറിജിനലാണ്. നൈസല്ലേ? 119 യൂറോ. വേണ്ട വാ. ഈ സ്ട്രീറ്റ് കാണാൻ തന്നെ ഒരു 3-4 ദിവസം എടുക്കും. അത്ര ഭംഗിയാണ് ഈ സ്ട്രീറ്റ് കാണാൻ. ഈ ആകാശത്തിൻ്റെ കളർ തന്നെ ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ ജൈൻറ്റ് വീലും കൂടെ വ്യൂ ആകുമ്പോൾ ഒരു രക്ഷയില്ല. ഞാനിത് കുറേ തവണ എടുത്തു, പക്ഷെ എന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല എടുത്തിട്ട്. അത്ര ഭംഗി ഇത് കാണാൻ. ഇതിനകത്ത് കയറാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. എന്തായാലും ആ സൺസെറ്റ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പോത്തില്ലെന്ന് വിചാരിച്ചാണ് പോകുന്നത്. എത്ര യൂറോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി കയറി നോക്കാം, എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. അതിൻ്റെ മേളിൽ നിന്ന് അടിപൊളി വ്യൂ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അവർ തുടങ്ങിയിട്ട് ഒരു സ്റ്റാർട്ടായോ?
സ്റ്റാർട്ടായി, ഇനി അടുത്ത റൗണ്ടിലേക്ക് കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും അക്കൽ എക്സൈറ്റഡ് ആണോ? യെസ്. തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മേളിലോട്ട് പോവാണ്, ഒരു രക്ഷയില്ല. ഇത് അങ്ങോട്ട് ഒരു രക്ഷയില്ല. എന്റെ പൊന്നോ, അയ്യോ കിടിലം, ഇവിടെ കിടിലം വ്യൂ. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. ഗൈസ്, അപ്പോൾ ഒരു 2 റൗണ്ടാണ് ഓടിക്കുന്നത്. എന്തായാലും നമുക്ക് കറക്റ്റ് സൺസെറ്റിന്റെ ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ. ഒരു രക്ഷയില്ല ഗൈസ്, അന്യായ വ്യൂ ആണ് ഇതിൻ്റെ മേളിൽ നിന്ന്. കറക്റ്റ് ടൈമിലാണ് നമ്മളിതിൽ വന്ന് കയറിയത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൊത്തത്തിലുള്ളൊരു സ്ട്രീറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ മേളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏകദേശം 6 യൂറോയ്ക്ക് ഈ വ്യൂ ഒരു നല്ല വെർത്താണ്. അങ്ങനെ ഡ്രോൺ കൊണ്ടുവരാത്തതിൻ്റെ വിഷമം എനിക്ക് ഇന്ന് മാറിയിട്ടുണ്ട്.